പോയിട്ടോ അല്ല പോയിട്ട് വരണ്ട, പോയിട്ട് നീ പോ, എങ്ങടെങ്കിലൊക്കെ പോ. എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം കേട്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കാം, പറ്റുമെങ്കിൽ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. വിളിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. സന്തോഷത്തോടെ ജീവിച്ചാ മതി കേട്ടോ. നിങ്ങൾ എന്നെ പറഞ്ഞുവിടാൻ നോക്കിയാണ്. എന്ത് വർത്താനാണ് പറയണത്? ആ കൊച്ചു നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ? അല്ലേ? അതെ. പിന്നെ ഒരു വിവാഹ ജീവിതമാണ്, പല പ്രതിസന്ധികളും വരും. നീ തളരരുത് കേട്ടല്ലോ. പിന്നെ ജീവിതം ആവുമ്പോഴത്തേക്കും ജീവിതം നമുക്ക് വേണ്ടെന്ന് തോന്നുന്ന സിറ്റുവേഷനിലൊക്കെ എത്തും. അവള് നിന്നെ ചിലപ്പോ ആട്ടും, തുപ്പും, പുച്ഛിക്കും. എന്തിന്? നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടേണ്ട വരും. കൂട്ടുകാരുടെ മുമ്പിലാ, നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടി നടക്കേണ്ടി വരും. കേശു, കുറച്ച് കാശ വഴിച്ചെലവിന് ഇത് കയ്യിൽ വെച്ചു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ചേച്ചി. എന്നെ വിളിക്കരുത്, വിളിക്കരുത്. നീ സന്തോഷത്തോടെ ജീവിച്ചാ മതി. പിന്നെ ആ കൊച്ചിനെ ടെൻഷൻ അടിപ്പിക്കും. ഞാൻ നിന്നെ പലപ്പോഴായിട്ട് വാഴാന്നും മരവാഴാന്നും ഒക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. പക്ഷെ ഉള്ളത് പറയണമല്ലോ, നിന്റെ ചങ്കൂറ്റം നീ ആടാ മോനെ ആണ്, നല്ല ഒത്ത ആൺകുട്ടി. അവള് കറക്റ്റ് പെങ്കൊച്ചും. ഈ മണ്ടന്റെ ഒക്കെ കൂടെ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചല്ല. கேசு நீ எங்க போற? ஓ மெர்லிനെ കൂട്ടിട്ട് വര പോറാനാ? കൂട്ടിട്ട് ഇങ്ങോട്ട് വരൂല, കൂട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകും. കേസു എന്താ നോക്കിയേക്കുന്നേ? ഇറങ്ങ്, ഇറങ്ങ പോ. എടാ ആ കൊച്ചു റെഡി ആയിട്ട് നിൽക്കുന്ന എത്ര നേരം എന്നറിയോ? പോടാ. അവൾ ടെൻഷൻ അടിക്കും, വേഗം ചെല്ല്. ആ കൊച്ചു ടെൻഷൻ അടിക്കും. ചെല്ല് ചെല്ല്. ആ പോ പോ പോ. കേസു ആ നല്ലൊരു കാര്യത്തിന് പോവാ ആന്റി, ഉറങ്ങിന്ന് വിളിക്കല്ലേ. അവൻ പോട്ടെ. പോണില്ലേ? കൊള്ളാൻ കേട്ടാ. ഒന്നല്ലെങ്കിൽ 10-21 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ പോവാൻ പാടില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പിടിച്ചിരുത്താനുള്ളൊരു പോരം ഇറങ്ങി പോവാൻ പറയടാ. എല്ലാം കൊള്ളാം സഹോദരിമാരി. അപ്പൊ നീ പോണില്ലേ? ഇല്ല, എട്ടുപൊട്ടും തിരിയാത്ത ഞാൻ അവിടെ പോട്ട് എന്നെ കാണിക്കാനാണ്. അപ്പൊ മെർലിന്റെ കാര്യം അവക്ക് എന്നെ വേണമെങ്കിൽ അവൾ എങ്ങനെങ്കിലും മനസ്സമ്മതം മുടക്കിട്ട് വരട്ടെ.